Short question ആണ്. Composition of House of Lords. So the House of Lords consists of hereditary peers and peeresses. The members of House of Lords can be classified into two, Lord Spiritual and Lord Temporal. ഇപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രിട്ടനിലെ ഉപരിസഭയാണ് ഏതാ ഹൗസ് ഓഫ് ലോർഡ്സ്. അപ്പോൾ ഈ ഹൗസ് ഓഫ് ലോർഡ്സിനകത്ത് ഉൾക്കൊള്ളുന്ന ആളുകളെന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള അവിടുത്തെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രഭു കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് വരുന്നത്, ഹൗസ് ഓഫ് ലോർഡ്സിൽ വരുന്നത്. ഈ ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് ലോർഡ്സ് സ്പിരിച്വൽ, മറ്റൊന്ന് ലോർഡ്സ് ടെമ്പറൽ. രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗങ്ങളെ എന്തിരിക്കുന്നത് തരംതിരിച്ചിരിക്കുന്നത്. സോ ദർ ആർ 26 സ്പിരിച്വൽ ലോർഡ്സ് which consists of Archbishop of Canterbury and York, Bishop of London, Durban and Winchester, and other bishops are elected from the Church of England based on a Senatory of Service. Hello? 26 സ്പിരിച്വൽ ലോർഡ്സ്, 26 സ്പിരിച്വൽ ലോർഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അവരെന്ന് പറയുന്നത് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, യോർക്ക്, ബിഷപ്സ് ഓഫ് ലണ്ടൻ, ഡർബൻ ആൻഡ് വിൻചെസ്റ്റർ. ഈ 4 സ്ഥലത്തെ ബിഷപ്പുമാരും ആൻഡ് അതർ ബിഷപ്സ് ആർ ഇലക്റ്റഡ് ഫ്രം ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ബാക്കിയുള്ള ബിഷപ്പ്മാരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? അവിടുത്തെ ഇംഗ്ലണ്ടിലെ ചർച്ചാണ്. അവിടുത്തെ സീനിയോറിറ്റി സർവീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോർഡ് സ്പിരിച്വലിനെ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത്. അതിൽ പെർമനൻ്റ് ആയിട്ടുള്ള 4 അംഗങ്ങളാണ്. ഒന്ന് പിന്നെ ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, ദെൻ അവിടുത്തെ യോർക്കിലെ ബിഷപ്പ്, ദെൻ ലണ്ടൻ, ഡർബൻ, വിൻചെസ്റ്റർ. ഈ 5 സ്ഥലത്തെ ബിഷപ്പുമാരെന്താ പെർമനൻറ്റ് സ്റ്റാഫുകളായിട്ട് വരും. ബാക്കിയുള്ള ആളുകളെ ഈ ബിഷപ്പുമാരുടെ സീനിയോറിറ്റി സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടാണ് എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത്. ഇനി ദ ലോർഡ്സ് ടെമ്പറൽ കൺസിസ്റ്റ് ഓഫ് hereditary peers and peeresses which constitute 2/10 of the strength of the house. അപ്പോൾ ഇനി ലോർഡ് ടെമ്പറൽ എന്ന് പറയപ്പെടുന്നത്, അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ടുള്ള പിയേഴ്സും പിയേഴ്സസും ആണ്. അത് ആകെയുള്ള സഭയുടെ ആകെയുള്ള സ്ട്രെങ്തിൻ്റെ 10ൽ 2 അംഗങ്ങൾ ആരായിരിക്കും? ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള പിയേഴ്സും പിയേഴ്സസും ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ദ ലൈറ്റ് പിയേഴ്സ്. പിയേഴ്സസ് എന്ന് പറയുന്നത് മിസ്ട്രസ്, അവിടുത്തെ മിസ്സസിനെയാണ് പിയേഴ്സസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലൈറ്റ് പിയേഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ പിയർഷിപ്പ് കൺഫേർഡ് ബൈ ദ കിങ് അക്കോർഡിംഗ് ടു ദ ലൈറ്റ് പിയറേജ് ഓഫ് 1958. 1958 പിയറേജ് ആക്ട് അനുസരിച്ച് രാജാവ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഇതിനകത്ത് വരുന്നത്, ലൈറ്റ് പിയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത്. ദിസ് പിയർഷിപ്പ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സക്സഷൻ. അപ്പം അങ്ങനെ കിട്ടുന്ന ഈ പിയർഷിപ്പ് എന്ന് പറയുന്നത് എന്തല്ല, പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ എന്താ പാരമ്പര്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൈമാറാൻ പറ്റത്തില്ല. രാജാവാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് 9 ലാലോർഡ്സ് ആണ്. അതായത് ബ്രിട്ടനിലെ ഹയസ്റ്റ് ജഡ്ജിമാരാണ് എന്ന് പറയുന്നത് ലാലോർഡ്സ് എന്ന് പറയും. ഇനി 4th കാറ്റഗറി എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് റോയൽ ഫാമിലി, എന്താ ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലിയിലെ അംഗങ്ങൾ. ഈ 4 കാറ്റഗറിയാണ് ഇതിനകത്ത് വരുന്നത് ലോർഡ് ടെമ്പറലിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ലോർഡ് സ്പിരിച്വലിനകത്ത് നമ്മൾ പറഞ്ഞു 5 പ്രദേശത്ത്, അതായത് കാൻറ്റർബറി, യോർക്ക്, ലണ്ടൻ, ഡർബൻ, വിൻചെസ്റ്റർ അവിടുത്തെ ബിഷപ്പുമാരും പിന്നെ ഇംഗ്ലണ്ടിലെ ചർച്ച് തിരഞ്ഞെടുക്കുന്ന ബിഷപ്പുമാരും ചേരുന്നതാണ് ഏതാ ലോർഡ് സ്പിരിച്വൽ. രണ്ടാമത്തെ ലോർഡ് ടെമ്പറൽസ് ആണ്. അതിനകത്ത് വരുന്നത് ഹെറിഡിറ്ററി പിയേഴ്സും പിയേഴ്സസും വരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലൈറ്റ് പിയേഴ്സ് ആണ്. ദെൻ 9 ലാലോർഡ്സ്, ദെൻ മെമ്പേഴ്സ് ഓഫ് റോയൽ ഫാമിലി. സോ ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ് ഓഫ് ലോർഡ്സ് ഈസ് നോട്ട് ഫിക്സഡ്. ഈ ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ സ്ട്രെങ്ത് ഫിക്സഡ് അല്ല. ബട്ട് അറ്റ് പ്രസൻറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1170 മെമ്പേഴ്സ്. 1170 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിൽ ഉള്ളത്. The presiding officer of the House of Lords is the Lord Chancellor. ഇതിൻ്റെ presiding officer എന്ന് പറയുന്നത് ലോർഡ് ചാൻസലർ ആണ്. who occupies a significant position in Britain. ബ്രിട്ടനിൽ വളരെയധികം
സ്ഥാനമുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് ലോർഡ് ചാൻസലർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. Then the panel of peers nominated by the king shall preside over the house in the absence of Lord Chancellor. ഇനി ലോർഡ് ചാൻസലറുടെ അഭാവത്തിൽ രാജാവ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പിയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അതിലൊരാളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ മീറ്റിംഗ്സ് പ്രിസൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ ലോർഡ് ചാൻസലറാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലോർഡ് ചാൻസലർ, the panel of peers which is nominated by the king will preside over the meetings of House of Lords. That's all.